ദൃശ്യം 3 തിയേറ്ററിൽ പോയി കാണുന്നതിന് മുന്നേ ദൃശ്യം 1 and 2 റീവാച്ച് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അതായത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യ രണ്ട് ഭാഗങ്ങളുടെ കഥ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. സോ വെൽക്കം ടു മന്ത്ര ടാക്കീസ്. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. ജോർജ് കുട്ടി വളരെ ലളിതമായി ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ. എന്നാൽ കേബിൾ TV ബിസിനസ് നടത്തുന്ന തന്റെ ജോലിയുടെ കാര്യത്തിൽ പുള്ളി അതീവ ശ്രദ്ധാലുവാണ്. വലിയ വിദ്യാഭ്യാസമോ അറിവോ ഒന്നും അനാഥനായ ജോർജ് കുട്ടിക്കില്ല. 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റുള്ളവരിൽ നിന്നെല്ലാം അയാളെ തികച്ചും വേറിട്ട് നിർത്തുന്ന ഒരു പ്രത്യേകതയുണ്ട്. അത് ജോർജ് കുട്ടിയുടെ സിനിമാ ഭ്രാന്താണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കണ്ണിൽ എണ്ണ വെച്ച് സിനിമകൾ കാണുക എന്നത് ജോർജ് കുട്ടിയുടെ ശീലമാണ്. പ്രത്യേകിച്ച് ക്രൈം ത്രില്ലറുകളും ഇൻവെസ്റ്റിഗേഷൻ സിനിമകളും ആണെങ്കിൽ ആ ചിത്രം ഹിറ്റാണോ ഫ്ലോപ്പാണോ എന്ന് പോലും നോക്കാതെ അയാളത് കുത്തിയിരുന്ന് കാണും. ജോർജ് കുട്ടിയുടെ കുടുംബം വളരെ സാധാരണമാണ്. ഭാര്യ റാണിയും അഞ്ജു അനു എന്നീ 2 പെൺമക്കളും അടങ്ങുന്ന ജോർജ് കുട്ടിയുടെ ചെറിയൊരു ലോകം. സന്തോഷവും സമാധാനവും നിറഞ്ഞ ആ കുടുംബത്തിന്റെ ജീവിതം തികച്ചും സാധാരണ രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ആ സമാധാനം അധിക നാൾ നീണ്ടു നിന്നില്ല. ഒരു ദിവസം ജോർജ് കുട്ടിയുടെ മൂത്ത മകൾ അഞ്ജു സ്കൂളിൽ നിന്നും ഒരു ക്യാമ്പിന് പോകുന്നു. ആ ഒരു യാത്രയ്ക്ക് ശേഷം ഈ കുടുംബത്തിന്റെ സമാധാനം എന്നേക്കുമായി നഷ്ടപ്പെടുകയാണ്. ആ ക്യാമ്പിനിടയിൽ വരുൺ എന്നൊരാൾ അഞ്ജുവിന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ ഒളിച്ചിരുന്ന് മൊബൈലിൽ പകർത്തുന്നു. അതിനുശേഷം അവൻ അഞ്ജുവിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങിയാണ്. നീ ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ ഈ വീഡിയോ ഇന്റർനെറ്റിൽ ഇടുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വരുൺ ജോർജ് കുട്ടിയുടെ വീട്ടിലേക്ക് രാത്രി അതിക്രമിച്ചു കയറുന്നു. അവിടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. ഭയന്ന് പറച്ച അഞ്ജുവിന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചൊരു ചെറിയ പിഴവിൽ വരുണിന്റെ അഹങ്കാരത്തിന് അവിടെ അന്ത്യം കുറിക്കുകയാണ്. അപ്രതീക്ഷിതമായി സംഭവിച്ച അപകടത്തിൽ ഭയന്നുപോയ അമ്മയ്ക്കും മകൾക്കും എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ അവർ ധൈര്യം സംഭരിച്ച് വരുണിന്റെ മൃതദേഹം സ്വന്തം വീടിന്റെ തൊഴുത്തിൽ തന്നെ കുഴിച്ചിടുന്നു. പിറ്റേന്ന് രാവിലെ വീട്ടിലെത്തിയ ജോർജ് കുട്ടി വിവരങ്ങൾ അറിഞ്ഞ ആദ്യം ഒന്ന് പകച്ചെങ്കിലും ഉടൻ തന്നെ അയാളുടെ ബ്രെയിൻ കാട്ടുതീ പോലെ ചിന്തിക്കാൻ തുടങ്ങി. അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഇതുവരെ താൻ കണ്ടു തീർത്ത ക്രൈം സിനിമകളായിരുന്നു. സിനിമകളിലെ ക്രിമിനലുകൾ എങ്ങനെയാണ് പോലീസിനെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ടതെന്നും പോലീസ് എവിടെയൊക്കെയാണ് പരാജയപ്പെട്ടതെന്നും അയാൾ പെട്ടെന്ന് ഓർത്തെടുത്തു. ഒടുവിൽ ജോർജ് കുട്ടി ഒരു തീരുമാനത്തിലെത്തി. എന്തൊക്കെ സംഭവിച്ചാലും തന്റെ കുടുംബത്തെ വേട്ടയാടാൻ പോലീസിനെ അവൻ അനുവദിക്കില്ല. ജോർജ് കുട്ടി ആദ്യം ചെയ്യുന്നത് വരുണിന്റെ മഞ്ഞ മാരുതി സെൻ കാർ കണ്ടെത്തി അത് ദൂരെയുള്ള ക്വാറിയിലുള്ള വെള്ളത്തിൽ ഒളിപ്പിക്കുന്നതാണ്. പിന്നീട് തന്റെ കുടുംബത്തെ കൃത്യമായി ട്രെയിൻ ചെയ്ത് ആ രാത്രി അവിടെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ പെരുമാറാൻ പഠിപ്പിക്കുന്നു. അതിനുശേഷം കുടുംബത്തെയും കൂട്ടി ഒക്ടോബർ 2, 3 തീയതികൾ അയാൾ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് യാത്ര പോകുന്നു. ഭാവിയിൽ ആരെങ്കിലും വന്ന ദിവസങ്ങൾ എവിടെയായിരുന്നു ചോദിച്ചാൽ തങ്ങൾ ധ്യാന കേന്ദ്രത്തിലായിരുന്നു എന്ന് ഒരേ സ്വരത്തിൽ പറയാൻ അയാൾ അവരെ പ്രാപ്തരാക്കി. തീയതി, സമയം, അവിടെ നടന്ന ഓരോ കാര്യങ്ങൾ എന്നിവയെല്ലാം കുടുംബാംഗങ്ങളുടെ മനസ്സിലേക്ക് അയാൾ ആഴത്തിൽ പതിപ്പിച്ച് നൽകി. ഇതിനിടയിൽ വരുണിനെ കാണാനില്ലെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. എന്നാൽ രഹസ്യമായി ജോർജ് കുട്ടി മനസ്സിലാക്കിയ മറ്റൊരു സത്യം കാണാതായ വരുൺ ഒരു സാധാരണക്കാരനല്ല, മറിച്ച് സാക്ഷാൽ IG ഗീതാ പ്രഭാകരന്റെ മകനായിരുന്നു എന്നതാണ്. കാണാതായ വരുണിന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ശക്തമാക്കി. സംശയത്തിന്റെ നിഴലിൽ ഒടുവിൽ അവിടൊക്കെ ട്രാക്ക് ചെയ്ത് വന്നപ്പോൾ പോലീസ് ജോർജ് കുട്ടിയുടെ വീട്ടിലെത്തി. തുടർന്ന് ചോദ്യം ചെയ്യലുകൾ ആരംഭിച്ച പോലീസ് കുടുംബത്തിലെ ഓരോരുത്തരെയും വെവ്വേറെ മുറികളിലെത്തി മൊഴികൾ രേഖപ്പെടുത്തി. അതുമാത്രമല്ല അവരുമായി ബന്ധപ്പെട്ട നാട്ടുകാരെയും കടക്കാരെയും വിളിച്ച് ചോദ്യം ചെയ്തു. പക്ഷെ ഇവിടെയാണ് ജോർജ് കുട്ടിയുടെ മാസ്റ്റർ പ്ലാൻ വർക്കൗട്ട് ആയത്. ചോദ്യം ചെയ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരേപോലെയാണ് എല്ലാവരും പറഞ്ഞത്. ആ ദിവസങ്ങളിൽ ജോർജ് കുട്ടി കുടുംബം നാട്ടിലില്ലായിരുന്നു എന്ന സമയത്തിന്റെ കൃത്യതയും ടിക്കറ്റുകളും എല്ലാ തെളിവുകളും ജോർജ് കുട്ടിക്ക് അനുകൂലമായിരുന്നതിനാൽ പോലീസിന് അയാൾക്കെതിരെ ഒരു തെളിവും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എങ്കിലും പോലീസിന് ജോർജ് കുട്ടിയെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയാൾ എന്തോ വലിയ രഹസ്യം ഒളിപ്പിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നി. കേസ് തെളിയിക്കാനായി പോലീസ് ക്രൂരമായ 3ാം മുറ പുറത്തെടുത്തു. ജോർജ് കുട്ടിയുടെ കുടുംബത്തെ മാനസികമായും ശാരീരികമായും അവർ പീഡിപ്പിക്കാൻ തുടങ്ങി. ഒടുവിൽ സൈകെട്ട് പോലീസിന്റെ ക്രൂര മഴത്തിന് മുന്നിൽ ജോർജ് കുട്ടിയുടെ ചെറിയ മകൾ അനു വരുണിന്റെ മൃതദേഹം എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്ന രഹസ്യം വിളിച്ചു പറഞ്ഞു. കാരണം ആ രാത്രി ജനപ്പാളിയിലൂടെ അമ്മയും ചേച്ചിയും കൂടെ മൃതദേഹം കുഴിച്ചിടുന്ന അനു ഒളിച്ച് കണ്ടിരുന്നു. ഇതറിഞ്ഞ പോലീസും മാധ്യമങ്ങളും വലിയ സന്നാഹങ്ങളോടെ തൊഴുത്തു നിൽക്കുന്ന പറമ്പിലേക്ക് പാഞ്ഞെത്തി. അവിടെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഖനനം ആരംഭിച്ചു. കുഴിയിൽ നിന്നും ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയപ്പോൾ ചുറ്റും നിന്നവരെല്ലാം ഉറപ്പിച്ചു ജോർജ് കുട്ടി തന്നെയാണ് ആ കൊലപാതകം ചെയ്തത്. എന്നാൽ ആ മണ്ണ് നീക്കി പുറത്തെടുത്തപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം ലോകമറിഞ്ഞത്. അത് വരുണിന്റെ മൃതദേഹമല്ല, മറിച്ച് ഒരു ചത്ത നായയുടെ അസ്ഥികൂടമായിരുന്നു. ഇത് കണ്ട പോലീസും നാട്ടുകാരും മാത്രമല്ല ജോർജ് കുട്ടിയുടെ ഭാര്യയും മക്കളും വരെ അത്ഭുതപ്പെട്ടുപോയി. എന്തായാലും കൃത്യമായ തെളിവുകളൊന്നും ലഭിക്കാത്തതിനാൽ കേസ് കോടതിയിൽ തള്ളിപ്പോവുകയും ജോർജ് കുട്ടിയും കുടുംബവും പോലീസിന്റെ പിടിയിൽ നിന്നും മോചിതരാവുകയും ചെയ്തു. ഒടുവിൽ മകനെ നഷ്ടപ്പെട്ട ആ മാതാപിതാക്കളുടെ വേദന മനസ്സിലാക്കി തങ്ങളുടെ കൈപ്പിഴയിൽ നിന്ന് സംഭവിച്ചുപോയ അപകടത്തെപ്പറ്റി ജോർജ് കുട്ടി അവരോട് പരോക്ഷമായി ഏറ്റുപറഞ്ഞു. എങ്കിലും നിയമപരമായി യാതൊരു തെളിവുമില്ലാത്തതിനാൽ അവർക്ക് ജോർജ് കുട്ടി ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ കഥ അവിടെ തീരുന്നില്ല. ചിത്രത്തിന്റെ ക്ലൈമാക്സിലാണ് ആ വമ്പൻ ട്വിസ്റ്റ് വെളിപ്പെടുത്തുന്നത്. വരുണിന്റെ മൃതദേഹം ജോർജ് കുട്ടി പിന്നീട് കൊണ്ടുപോയി ഒളിപ്പിച്ച് കുഴിച്ചിട്ടത് മറ്റെവിടെയും ആയിരുന്നില്ല. ആ സമയത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന പുതിയ പോലീസ് സ്റ്റേഷന് തറയ്ക്കുള്ളിലായിരുന്നു. അങ്ങനെ 1ാം ഭാഗത്തിന്റെ അവസാനം ജോർജ് കുട്ടിയും കുടുംബവും നിയമത്തിന്റെ കണ്ണിൽ നിന്നും പൂർണ്ണമായി രക്ഷപ്പെട്ടു. കഥ ഇവിടെ തീർന്നു എന്നാണ് ഞാനടക്കം തിയേറ്ററിൽ പോയി കണ്ട മലയാളികളെല്ലാം കരുതിയത്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ദൃശ്യം 2 പുറത്തിറക്കി. ദൃശ്യം 2ന്റെ കഥ ആരംഭിക്കുന്നത് ആ ഭീകരമായ സംഭവങ്ങൾ നടന്ന് കൃത്യം 6 വർഷങ്ങൾക്ക് ശേഷമാണ്. ജോർജ് കുട്ടിയുടെ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിലെ വെറും ഒരു കേബിൾ ഓപ്പറേറ്റർ അല്ല, ഒരു സിനിമാ തിയേറ്ററിന്റെ ഉടമയാണ് ജോർജ് കുട്ടി. അതുമാത്രമല്ല സ്വന്തമായി ഒരു സിനിമ നിർമ്മിക്കുന്നൊരു വലിയ സ്വപ്നവും അയാൾക്കുണ്ട്.
ഇതിനായി വലിയൊരു തുക മുൻകൂട്ടി നിക്ഷേപിക്കുകയും കഴിഞ്ഞ 2-3 വർഷമായി അതിന് പിന്നാലെ തന്നെ സമയം കളയുകയും ചെയ്യുന്ന അയാൾ എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ആ സിനിമയുടെ ക്ലൈമാക്സ് മാത്രം അതുവരെ നിശ്ചയിക്കാൻ ജോർജ് കുട്ടിക്ക് കഴിഞ്ഞില്ല. മറുവശത്ത് അയാളുടെ കുടുംബം ആ പഴയ കറുത്ത രാത്രി ഓർത്ത് ഇപ്പോഴും ഭയപ്പാടോടെയാണ് ജീവിക്കുന്നത്. മൂത്ത മകൾ അഞ്ജുവിന് ആ മാനസിക ആഘാതത്തിൽ നിന്നും ഇപ്പോഴും പൂർണ്ണമായി മുക്തി നേടാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ഗ്രാമത്തിലെ ചില ആളുകൾ ഇപ്പോഴും ജോർജ് കുട്ടിയെ സംശയത്തോടെയാണ് നോക്കുന്നത്. അയാൾ എന്തൊക്കെ വലിയ കാര്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. ചുരുക്കത്തിൽ സമൂഹത്തിന് സംശയം വീണ്ടും ജോർജ് കുട്ടിയിലേക്ക് തിരിഞ്ഞു. പിന്നെ കുറച്ചുകൂടെ പൈസ കിട്ടി പണക്കാരനായതുകൊണ്ട് നാട്ടുകാരുടെ ഒരു അസൂയയും കൂടെ ഉണ്ടെന്ന് പറയാം. പോലീസ് ഈ ഒരു 6 വർഷക്കാലം മൗനം പാലിക്കുകയായിരുന്നു. ഒരിക്കലുമല്ല, ഈ കേസ് തെളിയിക്കാനായി പോലീസ് വർഷങ്ങളായി വലിയൊരു കെണിയൊരുക്കുകയായിരുന്നു. ജോർജ് കുട്ടിയുടെ വീണ്ടും തൊട്ടടുത്തുള്ള ഭൂമി വിലയ്ക്ക് വാങ്ങി സാബു സരിത എന്നീ 2 അണ്ടർ കവർ പോലീസ് ഉദ്യോഗസ്ഥരെ ദമ്പതികളായി പോലീസ് അവിടെ താമസിപ്പിച്ചിരുന്നു. നീണ്ട 2 വർഷക്കാലം അവർ അയൽക്കാരായി ജോർജ് കുട്ടിയുടെ കുടുംബവുമായി സൗഹൃദത്തിൽ കഴിഞ്ഞു. ആ 2 വർഷത്തെ നിരീക്ഷണത്തിനൊടുവിൽ അന്ന് രാത്രി വരുണിന് സംഭവിച്ച അപകടത്തിന് പിന്നിൽ അഞ്ജുവിന്റെ കൈകളാണെന്ന് അവർ രഹസ്യമായി മനസ്സിലാക്കി. കൂടാതെ ചെറിയ മകൾ അനുവിനെ നിരീക്ഷിക്കാനും അവരുടെ കൂടെ പഠിക്കുന്ന ഒരുത്തനെ പോലീസ് നിയോഗിച്ചിരുന്നു. അവൻ അനുവിനെ പ്രണയം നടിച്ച് സമീപിച്ച് ആ രാത്രിയിലെ വിവരങ്ങൾ അവിടെ നിന്ന് ചോർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എങ്കിലും എത്രയൊക്കെ ശ്രമിച്ചിട്ടും വരുണിന്റെ മൃതദേഹം ജോർജ് കുട്ടി എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് കണ്ടെത്താൻ പോലീസിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണ് കഥയിലേക്ക് ജോസ് എന്ന പുതിയൊരു കഥാപാത്രം കടന്നു വരുന്നത്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ സ്വന്തം ജ്യേഷ്ഠനെ കൊലപ്പെടുത്തി പോലീസിൽ നിന്ന് ഒളിച്ചോടുന്ന ജോസിനെ നമ്മൾ കാണുന്നുണ്ട്. അന്ന് രാത്രി പോലീസിനെ വെട്ടിച്ച് ഓടുന്നതിനിടയിലാണ് ജോസ് അപ്രതീക്ഷിതമായി ജോർജ് കുട്ടിയെ കാണുന്നത്. പണി നടക്കുന്ന പോലീസ് സ്റ്റേഷനുള്ളിൽ നിന്നും ജോർജ് കുട്ടി ഒരു ചക്കിൽ എന്തോ ചുമലിലേറ്റി പുറത്തേക്ക് വരുന്നത് അവൻ കണ്ടിരുന്നു. പിന്നീട് കേസിന്റെ ഗൗരവം ഇത്ര വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ജോസ് മനസ്സിലാക്കിയപ്പോൾ 5 ലക്ഷം രൂപ പ്രതിഫലമായി വാങ്ങി പോലീസിനോട് രഹസ്യം വെളിപ്പെടുത്തി. വരുണിന്റെ മൃതദേഹം പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ തന്നെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. ഇതേ തുടർന്ന് പോലീസ് സ്റ്റേഷനിലെ ഫ്ലോർ മൊത്തം പൊളിച്ചു മാറ്റിക്കൊണ്ട് പോലീസ് ഒരു ഖനനം ആരംഭിച്ചു. ഒടുവിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവർ വരുണിന്റെ അസ്ഥികൂടം അവിടെ നിന്നും കണ്ടെടുത്തു. അസ്ഥികൂടം ലഭിച്ചതോടെ പോലീസ് കേസ് വീണ്ടും സജീവമായി. ജോർജ് കുട്ടിയുടെ കുടുംബത്തെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനായി കോടതിയിൽ നിന്ന് അവർ 1 ദിവസത്തെ പ്രത്യേക അനുമതി വാങ്ങി. പോലീസ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചപ്പോൾ അതിന് ജോർജ് കുട്ടി പതറിയില്ല. എന്നാൽ ഇതേസമയം കടുത്ത മാനസിക സമ്മർദ്ദം മൂലം അഞ്ജുവിന് പെട്ടെന്ന് അപസ്മാരം വരികയും അവൾ കുഴഞ്ഞു വീഴുകയും ചെയ്തു. തന്റെ മകളുടെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ജോർജ് കുട്ടി അവളെ രക്ഷിക്കാനായി വരുണിനെ കൊന്ന താൻ മാത്രമാണെന്ന് പോലീസിന് മുന്നിൽ എഴുതി ഒപ്പിട്ട് നൽകി കുറ്റം സമ്മതിക്കാമെന്ന് തീരുമാനിക്കുന്നു. മുൻ ഐ ജി ഗീതാ പ്രഭാകറിന് ജോർജ് കുട്ടിയുടെ കുടുംബത്തെ മുഴുവൻ ജയിലിൽ അടയ്ക്കാനായിരുന്നു ആഗ്രഹം. എങ്കിലും ജോർജ് കുട്ടി തന്നെ കുറ്റമേറ്റെടുത്ത സ്ഥിതിക്ക് തൽക്കാലം ബാക്കിയുള്ളവരെ വിട്ടയക്കാമെന്നും ബാക്കി കാര്യങ്ങൾ പിന്നീട് നോക്കാമെന്നും പോലീസ് തീരുമാനിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി അവർ ജോർജ് കുട്ടിയുടെ കുടുംബത്തെ വിട്ടയച്ചു. പിറ്റേ ദിവസം ജോർജ് കുട്ടിയെ കോടതിയിൽ ഹാജരാക്കുന്നു. എന്നാൽ കോടതിയിലെത്തിയ ജോർജ് കുട്ടി തന്റെ മൊഴി പൂർണ്ണമായി മാറ്റി പറയുകയാണ് ചെയ്തത്. പോലീസ് തന്നെ ഭീഷണിപ്പെടുത്തി മകളെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കുറ്റം സമ്മതിപ്പിച്ചതാണെന്ന് അയാൾ കോടതിയിൽ ബോധിപ്പിച്ചു. അതുമാത്രമല്ല പോലീസ് കോടതിയിൽ ഹാജരാക്കിയ കഥ മുഴുവൻ ദൃശ്യം എന്ന പേരിൽ ഇറങ്ങിയ ഒരു പ്രശസ്ത നോവലിൽ നിന്നും കോപ്പി അടിച്ചതെന്ന് അയാളുടെ വക്കീൽ വാദിച്ചു. അപ്പോഴാണ് പോലീസിന് പോലും ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലായത്. ജോർജ് കുട്ടി സിനിമയാക്കാൻ വേണ്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് യഥാർത്ഥത്തിൽ അയാളുടെ സ്വന്തം കുടുംബത്തിന്റെ കഥയായിരുന്നു. ആ സ്ക്രിപ്റ്റ് മോഷ്ടിക്കപ്പെട്ടു എന്ന് കാണിച്ച് ഒരു എഴുത്തുകാരനെ പണം നൽകി സ്വാധീനിച്ച് കോപ്പിറൈറ്റ് തട്ടിപ്പെന്ന നാടകത്തിലൂടെ ജോർജ് കുട്ടി തന്നെ ആ പുസ്തകം നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. കഥ അവിടെയും തീരുന്നില്ല. ഇതേസമയം കോടതിയിൽ ഫോറൻസിക് ലാബിൽ നിന്നുള്ള ആ ഞെട്ടിക്കുന്ന DNA റിപ്പോർട്ട് വന്നെത്തുന്നു. പോലീസ് അവിടെ നിന്ന് കണ്ടെടുത്ത അസ്ഥികൂടം യഥാർത്ഥത്തിൽ വരുണിൻ്റേതായിരുന്നില്ല. ജോർജ് കുട്ടി ഇതെല്ലാം മുൻകൂട്ടി തന്നെ കണ്ടിരുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ ബോഡി കിട്ടിയാൽ പോലീസ് എങ്ങനെ പ്രതികരിക്കും, അസ്ഥികൂടം പരിശോധനയ്ക്ക് എവിടേക്ക് കൊണ്ടുപോകുമെന്നും എല്ലാം ജോർജ് കുട്ടി നേരത്തെ ഉണ്ടായിരുന്ന റൈറ്ററിൽ നിന്നും എല്ലാം അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വരുണിന്റെ പ്രായത്തിന് സമാനമായി തലയ്ക്ക് പരിക്കേറ്റ് മരണപ്പെട്ട മറ്റാരുടെയെങ്കിലും മൃതദേഹം കണ്ടെത്താനായി അയാൾ കുറേ നാളെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഒരു ശ്മശാന ജീവനക്കാരനുമായി സൗഹൃദം സ്ഥാപിച്ച് ഒരു ദിവസം അയാൾ അങ്ങനെ ഒരു അസ്ഥികൂടം കൈക്കലാക്കി. പിന്നീട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ സെക്യൂരിറ്റി ഗാർഡുമായും ജോർജ് കുട്ടി അടുത്ത സൗഹൃദം ഉണ്ടാക്കും. പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ അസ്ഥികൂടം ഫോറൻസിക് ലാബിലെത്തിയ അന്ന് രാത്രി സെക്യൂരിറ്റി ഗാർഡ് ഉറങ്ങിക്കിടന്ന സമയം നോക്കി ജോർജ് കുട്ടി അതീവ രഹസ്യമായി ആ അസ്ഥികൂടങ്ങൾ തമ്മിൽ വെച്ചു മാറ്റി. തുടർന്ന് വരുണിന്റെ യഥാർത്ഥ അസ്ഥികൂടം അയാൾ ആസിഡ് ഒഴിച്ച് പൂർണ്ണമായി നശിപ്പിച്ചു കളഞ്ഞു. എങ്കിലും വരുണിന്റെ മാതാപിതാക്കളായ ഗീതയ്ക്കും പ്രഭാകരനും മകന്റെ അന്തിമ സംസ്കാര ചടങ്ങുകൾ നടത്താനായി മാറ്റിവെച്ച അസ്ഥികളുടെ ചില ഭാഗങ്ങൾ അയാൾ അവർക്ക് കൊറിയർ വഴി അയച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നിയമത്തിന് മുന്നിൽ വീണ്ടും കൃത്യമായ തെളിവുകളില്ലാതെ പോലീസിന് പരാജയം സമ്മതിക്കേണ്ടി വന്നു. ജോർജ് കുട്ടിയുടെ കുടുംബം വീണ്ടും നിയമത്തിന്റെ വലയിൽ നിന്നും പൂർണ്ണമായും സ്വതന്ത്രരായി. ഇതോടുകൂടി ദൃശ്യം 2ാം ഭാഗത്തിന്റെ കഥ അവസാനിക്കുകയായി. ഞാനധികം ഡീപ്പർ ലെവൽ എക്സ്പ്ലനേഷനിലായിട്ട് കഥ പറയാതിരുന്നതിന്റെ റീസൺ ദൃശ്യം 1 ഉം 2 നമ്മളൊക്കെ ഒരുപാട് പ്രാവശ്യം കണ്ട സിനിമകളാണ്. ഇപ്പൊ ദൃശ്യം 3 ഇറങ്ങുന്നതിന് മുന്നേ കഥയൊന്ന് വീണ്ടും മനസ്സിലേക്ക് എത്തിക്കണം, ലൈക്ക് ഈ ഓർമ്മ പുതുക്കണം എന്നൊക്കെ പറയത്തില്ലേ, അതിനുവേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. പക്ഷെ എന്തായാലും ദൃശ്യം 1 and 2 ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ട്. എസ്പെഷ്യലി പാർട്ട് 1 നല്ലപോലെ ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ട്. സോ അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇതെന്ന് വിചാരിക്കുകയാണ്. സോ ഇത്രയും കണ്ടൻസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൊടുത്ത് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ദൃശ്യം 3 അങ്ങനെ ഇവഞ്ചുവലി തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്.
ഈ ഒരു വീഡിയോയുടെ അടിയിൽ ദൃശ്യങ്ങളുടെ സ്പോയിലേഴ്സ് കൈൻഡ്ലി ഒഴിവാക്കുക. നമുക്ക് അതിനുവേണ്ടി വേറൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. ദൃശ്യം 1 and 2 ആ ഒരു ഓർമ്മകളെല്ലാം നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇത്തരത്തിലുള്ള അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും ദിസ് ഇസ് രഞ്ജൻ കന്നൂർ സൈനിങ് ഓഫ് ഫ്രം മന്ത്ര ടാക്കീസ്.